അങ്കത്തട്ടിൽ അങ്കമൊക്കെ വെട്ടിക്കൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഒരു ഒറ്റ മുങ്ങിയിട്ടതാ ഇന്നാ ഒന്ന് പൊങ്ങാൻ പറ്റിയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞ് കാണാന്നൊക്കെ പറഞ്ഞ് ഇട്ടില്ലായിരുന്നോ? വേറൊന്നുമല്ല, ഞാൻ അന്നൊരു വീഡിയോ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫോൺ അടിച്ചു പോയി. എൻ്റെ ഫോണിന്റെ ബാറ്ററി പോയി. അത് കാരണം 2 ദിവസമായിട്ട് ഒരു പരിപാടി നടക്കുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ പിറ്റേ ദിവസം വീഡിയോ ഇട്ടേക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു. എന്ത് പറയാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ മൊത്തത്തിൽ ഒരു കുളമായി പോയ അവസ്ഥയായിപ്പോയി. പിന്നെ ഇന്നലെ വൈകിട്ടാണ് ഫോണിന്റെ ബാറ്ററി ഒക്കെ മാറിയിട്ട് കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഉച്ചവരെ അല്ലല്ല, ഇടയ്ക്ക് ഒരു രാവിലെ ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു വീഡിയോ ഇപ്പൊ ഇടാം. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ വൈകുന്നേരം ഇടാവേ. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ അംഗമൊക്കെ രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ആദ്യം എൻ്റെ കുഞ്ഞിപ്പെണ്ണിനുള്ള പാലും കാര്യങ്ങളും എല്ലാം കാച്ചിപ്പെറുക്കി എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. ഞാൻ പാല് കാച്ചിക്കൊണ്ടിരുന്നപ്പോഴേ അവൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. എന്തോ ഒരു ചൂട് കാരണം ഒരു രക്ഷയില്ല. ഞങ്ങളെല്ലാവരും ഇന്നലെ ഹാളിലാണ് കിടന്നത്. ഒരു നിവൃത്തിയില്ലാത്ത ചൂടാ കേട്ടോ. ഞാൻ ഓർത്ത് അവിടെ കിടന്ന് കുഞ്ഞാപ്പോ ഇച്ചിരി നേരം കൂടെ ഉറങ്ങുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും രണ്ടുപേരും എഴുന്നേറ്റ് വന്നു കേട്ടോ. എൻ്റെ ചെറുക്കൻ്റെ കോലം കേട്ടോ. ഇവൻ ഈ അവധി സമയം കഴിയുന്നത് ഇനി അവധിയൊക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയണം ഇനി നാളെ നോക്കിയായി വരണം. കാരണം ഈ അവധി സമയത്ത് കളിയോട് കളിയായിരിക്കും. സ്റ്റഡി ലീവ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരിരുന്ന് പഠിക്കാനായിട്ടാ? അവരെ കളിയും കൊണ്ട് അങ്ങ് പോത്തല്ലേ ഉള്ളൂ. അപ്പൊ എന്താണേലും ഞാൻ രാവിലെ ഇന്ന് ഇഡലിയും ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് ഇന്നലെ മാവൊക്കെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ, ഞങ്ങൾക്ക് കുറച്ച് ഇഡലി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ പാലൊക്കെ കാച്ചി എടുത്ത് വെച്ചു. കാപ്പി ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. കാപ്പിയൊക്കെ നോർമലായിട്ട് ഞാൻ സാധാരണ എടുത്ത് വെക്കുന്ന പോലെ എടുത്ത് വെച്ചെങ്കിലും താൻ ആ ഗ്ലാസ്സിനകത്ത് കാണുന്ന അത്രയൊക്കെ തന്നെ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ പിന്നെ കുടിച്ചില്ലായിരുന്നു. അപ്പൊ ദോശയുടെ മാവൊക്കെ നല്ല സെറ്റായിട്ട് വന്നായിരുന്നു. അപ്പൊ 2-3 ദോശയൊക്കെ ഉണ്ടാക്കി അവരെ ഒന്ന് കഴിപ്പിക്കാന്ന് വിചാരിച്ചു. അവർ രണ്ടുകൂടെ പല്ലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ നടപ്പുണ്ടേ. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാ പരിപാടി ഇന്ന് ഞായറാഴ്ചയായിട്ട്? എനിക്ക് ഇന്നും എങ്ങും പോകുന്നില്ല കേട്ടോ. ഞാൻ ഇന്നും വീട്ടിൽ തന്നെയാണ്. ഓരോ ദിവസം ഓർക്കും, ഓരോ ആഴ്ചയിലും ഓർക്കും അവിടെ പോണം ഇവിടെ പോണം എന്നൊക്കെ. ഒന്നും നടക്കാറില്ല. ഞാൻ പണ്ടേ പറഞ്ഞില്ലേ, എൻ്റെ കാര്യത്തിനകത്ത് പ്ലാനിങ് പരിപാടികളൊന്നും നടക്കത്തില്ല. അന്നേരം ഉള്ളതൊക്കെയാണ്. അപ്പം നടക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ തന്നെ നടക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചെറുക്കൻ ആ ദോശ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാ. തിരിച്ച് മറിച്ച് വിടണമെന്നൊക്കെ പറഞ്ഞ് കൈ പൊള്ളിയപ്പോഴത്തേക്ക് നൈസായിട്ട് ആ പരിപാടി അവിടെ ഇട്ടിട്ട് അവൻ പോയി കേട്ടോ. അല്ലെങ്കിൽ ഇവൻ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തില്ല. നമ്മള് ഇപ്പൊ ഞാൻ പുറത്തോട്ടൊക്കെ പോയാലോ, ഞാൻ എന്തെങ്കിലും ആശുപത്രി കേസിട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിപ്പോയെന്ന് പറഞ്ഞാലും എന്തെങ്കിലും പാത്രം കഴുകാനുണ്ടെങ്കിലോ തൂത്ത് വാരാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അവൻ ഇതെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചോളും കേട്ടോ. അതൊക്കെ ഓരോ മൂഡാണ്. അത് വേറൊരു സത്യം. ഓരോ മൂഡിനനുസരിച്ച് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ ചെയ്തുള്ളേ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇവർക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കുവാണ്. ഞാൻ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കസേരയിലൊക്കെ ഇരുത്തി പാത്രത്തിൽ ദോശയൊക്കെ മുറിച്ചിട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുമോ ഇവിടെ ഇരുന്ന് അടങ്ങിയിരുന്ന് കഴിച്ചോളൂന്ന്. വെറുതെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഓട്ടവും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാവേ. ദോശയുടെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, പഞ്ചസാര ഇട്ടാണ് 2 പേർക്കും കൊടുത്തത്. ഇപ്പൊ എന്നാണേലും അച്ചാച്ചൻ ഇപ്പൊ ചിക്കൻ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി 2 പേരും കഴിക്കത്തുള്ളൂ. പിള്ളേർക്ക് മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് വേണ്ടി ചമ്മന്തി അരച്ചാലും അവൻ ചുട്ട മാത്രം ഒന്ന് ശകലം കഴിച്ചെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് അരച്ചില്ലേ, പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പൊ അവർക്കുള്ള ഇഡലിയും കാര്യങ്ങളും എല്ലാം ദോശയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ഇത്തിരി ഇഡലി ഉണ്ടാക്കുവാണേ. എന്നിട്ട് അവരുടെ ദോശ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇഡലി ഉണ്ടാക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ അരിയൊക്കെ ഓൾറെഡി ഇട്ടായിരുന്നു. പകുതി വേവായിട്ടുണ്ട്, മൊത്തത്തിൽ വെന്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് അവിടെ ഇരുന്ന് കഴിക്കത്തൊന്നുമില്ലെന്ന്. പാത്രവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവള് കണ്ടതായിരിക്കുന്നു കേട്ടോ. കഴിച്ച് അവൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടേ. ഇതൊക്കെയാണ് ഒരു പ്രശ്നം. ഇതിനെ കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വിധത്തിൽ ഇച്ചിരി ദോശയൊക്കെ കഴിപ്പിച്ചിട്ട് നേരെ ചേട്ടായിയും കുഞ്ഞാവയും കൂടെ കടയിലോട്ട് പോകുന്നതിന്റെ ഒരു ബഹളമാണ് ഈ കണ്ടത്. അവൾക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. കടയിലോട്ട് ആരെങ്കിലും പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വഴക്കായി കാണുന്നത്. അപ്പൊ രണ്ടുപേരും കടയിൽ പോയ സമയത്ത് ചിക്കനൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞാൻ നേരെ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷടപടേന്ന് ചിക്കൻ കറി വെക്കുവാണെങ്കിൽ നമുക്ക് വേഗം ഇഡലിയും കൂട്ടി കഴിക്കാമല്ലോ. ഇന്ന് പ്രത്യേകിച്ച് ഉച്ചക്കത്തേക്ക് വേറെ കറിയൊന്നുമില്ല. ഓൾറെഡി മോരിരിപ്പുണ്ട്. അപ്പൊ മോരും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത്. പിന്നെ ഇന്നലത്തെ ഒരു ശകല മീൻകറിയുടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ ചൂടാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് ഓടത്തേ ഉള്ളൂ.
പെട്ടെന്ന് തന്നെ ഞാനൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വേറെ പ്രത്യേകിച്ച് ആഡംബരമായ ചിക്കൻ കറികളൊന്നുമില്ല. നേരെ ഇത്തിരി എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു. നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ അരിഞ്ഞത് അതിനകത്തോട്ട് ചേർത്ത് പൊടികളെല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇന്ന് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഇത്തിരി തേങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അച്ഛനും മോളും അവിടെ തേങ്ങാ പൊതിക്കലും പൊട്ടിക്കലും വെള്ളം എടുക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടപ്പുണ്ടേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ പെട്ടെന്നൊരു ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. ചിക്കനൊക്കെ വറുത്ത് കറി വെക്കുന്നതാണ് നല്ല ടേസ്റ്റ്. പക്ഷെ ഇന്ന് വറക്കാനും എടുക്കാനും ഒന്നും നിന്നില്ല, പെട്ടെന്ന് അങ്ങ് കറി വെച്ചു. അപ്പൊ കറിവെപ്പും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകി വെച്ചേക്കുവാണേ. പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് എങ്ങാണ്ട് പോകാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ തെറ്റിദ്ധാരണ മാത്രമാണ്. എങ്ങും പോകുന്നില്ല. എൻ്റെ ചെറുക്കൻ പഠിക്കാനായിട്ട് കയറിയിരുന്നതിൻ്റെ ഇത് എന്നും ഉള്ളതാണേ. ഇപ്പൊ പഠിക്കാൻ എപ്പോൾ കയറിയിരുന്നാലും അവൾ അതിന്റെ വാതൊക്കെ കാണും. പിന്നെ ബാക്കി പഠിപ്പീരൊക്കെ അവളാ. അവനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം പഠിക്കണ്ടല്ലോ. എന്തേലും നമ്മൾ ചോദിച്ചാലും അവൻ പറയും അവൾ വന്നിരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞ് ആ ഇരിപ്പ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിമുട്ടി സമയം കളഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകും. എന്നാലും പഠിച്ചോളും കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ അവൻ ഇരുന്ന് പഠിക്കും. ഇരിക്കുന്ന സമയത്ത് ഇരുന്നോളും. പിന്നെ ഈ പെങ്കൊച്ച് വന്നിട്ടുള്ള ഈ ഗുസ്തി മേളമൊക്കെ ഉള്ളതേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഉള്ള എല്ലാ വീടുകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. എന്നാ അവളോട് എന്തെങ്കിലും എഴുതാനായിട്ട് ഒന്ന് ഇരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് ഏഴായാലൊക്കെ അവൾ അടുക്കത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പം ഞാൻ ചിക്കൻ കറി, ഇഡലി, ചായയൊക്കെ വെച്ചു കേട്ടോ. അപ്പം ചായയും വെച്ച് ഇഡലിയും ഒരു ദോശ ഇരിപ്പുണ്ടായിരുന്നു. ആ ദോശയും ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങൾക്കകത്തോട്ട് പോകാൻ പോവാണ്. എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി ചായ വെച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചായ കൂടി കുറച്ചെന്ന്. അതിന്റെ വീഡിയോ ഇടാന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്നെ കൊണ്ട് നടക്കുന്നേയില്ല. അന്ന് ഞാൻ വീഡിയോ ഇടാന്ന് പറഞ്ഞ് പോയ പോക്കാം. പിന്നെ ഇന്നാ വരുന്നേ. ഇന്ന് ചേട്ടായിക്ക് ഞാൻ വാരി കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാരിക്കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇടയ്ക്ക് വരാവേ. അപ്പൊ വീഡിയോസ് ഒക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ. എൻ്റെ ചേട്ടായിയുടെയും കുഞ്ഞിപ്പെണ്ണിന്റെ പ്രേമങ്ങളൊക്കെ കണ്ടോ? ഇന്ന് എന്തോ വലിയ സംഭവം തോന്നി. ഇന്ന് രണ്ടുപേരും ഭയങ്കര പ്രേമത്തിലാ. അവരുടെ പ്രേമവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ടാറ്റാ.